ശ്രീലങ്കയിലെ പ്രളയത്തിൽ മരണം 330ആയി. 200ഓളം പേരെ കാണാതായിട്ടുണ്ട്. 20,000-ഓളം വീടുകൾ തകർന്നതായും 1,00,000-ലേറെ പേർക്ക് താൽക്കാലിക ക്യാമ്പുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കേണ്ട സാഹചര്യമാണെന്നും സർക്കാർ അറിയിച്ചു. ഡിറ്റുവ ചുഴലിക്കാറ്റ് നാശം വിതച്ചതിനെ തുടർന്ന് 3 ദിവസമായി വിവിധയിടങ്ങളിൽ വെള്ളവും വൈദ്യുതിയും ലഭിക്കുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ ജോസ്. അശ്വതി, 2-3 ദിവസമായി വലിയ രീതിയിലുള്ള ദുരന്തത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലങ്ക. നമുക്കറിയാവുന്നതാണ്, ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്ന് കിഴക്കൻ ശ്രീലങ്കയിലും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ മലമ്പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വൻതോതിൽ പേമാരിയും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് വീശിയടിച്ച പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ 330 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 200ഓളം പേരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. കുറെ കൂടി കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനും അതുപോലെ കാണാതായവരുടെ സംഖ്യ ഉയരാനും എല്ലാം തന്നെ സാധ്യതകളുണ്ട്. എങ്കിൽ കൂടി കുറെ കൂടി വ്യക്തമായ ഒരു കണക്കുകൾ ഈ പ്രളയത്തിന്റെ വലിയ ആഘാതം കുറഞ്ഞപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു ആഘാതമാണ് ശ്രീലങ്ക നേരിട്ടത്. അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് അതിനെ നേരിടുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. 1,80,000 പേർക്കാണ് വീടും സംവിധാനങ്ങളും നഷ്ടപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾക്ക് മറ്റു ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ തോതിലുള്ളൊരു ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ ശുചിത്വവൽക്കരണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ശ്രീലങ്കയിൽ തുടരുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ, ഭാരതത്തിൽ നിന്നുള്ള പിന്തുണ ഉൾപ്പെടെ അവർക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനുൾപ്പെടെ ഉള്ള സൈനിക അടിയന്തര സംവിധാനങ്ങൾ ഉൾപ്പെടെ ഭാരതം നൽകുകയും ചെയ്യുന്നുണ്ട്. ഭാരതവും വിവിധ രാജ്യങ്ങളും അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രളയ ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള കഠിന ശ്രമത്തിലാണ് ശ്രീലങ്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.